ജേമിന്റെ അതിന് പറഞ്ഞിട്ടിക്കണ അതേ ഈ കയ്യിലിന് ഒരു കയ്യില് മറ്റേ ഐസ്ക്രീം കൊണ്ടുവരായി തോണ്ടി കൊടുത്തു. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ഇർഷാദ്. ഞങ്ങളിപ്പോൾ ഈ ലോക്ക്ഡൗണ് തീർന്ന് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ 12 സുഹൃത്തുക്കളും കൂടി ഞങ്ങൾ മൂന്നാർക്ക് ഒരു യാത്ര വന്നതാണ്. ഞങ്ങൾ 3 വാഹനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 വാഹനത്തിലുള്ളൊരു അടിമാലി എത്തിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പതുക്കെ യാത്ര ആസ്വദിച്ചിങ്ങനെ പോരുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ സമയത്ത് മൂന്നാർക്ക് യാത്ര പറ്റുമോ പറ്റൂല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്നാറിലെ നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളാണ് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മളെ കൂടെ ആയിരത്തി നോഫല് ഫസ്ലു ഇനി 8 ആളുണ്ട്. അവർ അടിമാലി എത്തിയിട്ടുണ്ട്. നല്ല വാളറ വെള്ളച്ചാട്ടം നമ്മളെ ഫ്രണ്ടിൽ നല്ല അടിപൊളി വ്യൂ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആദ്യം വാളറ വെള്ളച്ചാട്ടം എത്തുന്നതിന് മുന്നുള്ള ചീയപ്പാറ വാട്ടർഫാൾസ് ഒന്ന് കണ്ടു വരും. ഞങ്ങളെ കൂടെയുള്ള 8 പേര് 2 വണ്ടിയിലായിട്ട് അടിമാലി ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കുക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ സൗകര്യം ഞങ്ങളെ വണ്ടിയിൽ തന്നെ ഉണ്ട്. രാവിലെ ഞങ്ങൾ ബ്രെഡും ഓംലേറ്റും കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുള്ള എല്ലാ സാധനം ഞങ്ങൾ വാഹനത്തിൽ വാങ്ങി വെച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ അടിമാലി ടൗൺ കഴിഞ്ഞ ശേഷം ഞങ്ങൾ 3 വാഹനത്തിലൂടെ ഒരുമിച്ച് നമ്മുടെ ഫാസിൻ്റെ വാഹനത്തിൽ നല്ല പാട്ട് ഇട്ടീന്. അതിപ്പോൾ ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വിഷയങ്ങൾ കൊണ്ട്. ആ പാട്ട് കേട്ടിട്ട് നമ്മളെ ബാസിത്ത് റിയാസും നല്ല ഡാൻസാണ്. കേട്ടോ പെണ്ണുങ്ങളും കുട്ടിയൊക്കെ ഇപ്പൊ എല്ലാ സ്നേഹത്തിലാണ് ഈ കാര്യം. യൂട്യൂബ് ചാനലുണ്ട് വരുമ്പോ. അപ്പോൾ നമ്മളെ കൂടെയുള്ള ബാക്കി ആളുകളെ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളെ നടൻ ബഷീർ, നമ്മളെ ഷുഹൈബ്, റിയാസ്, ആഷിഖ്, ഫാസിൽ, ബാസിത്ത്, ലബീബ്, വാജിദ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ആംപ്ലേറ്റും കട്ടച്ചായ ഉണ്ടാക്കണം. അതിനുള്ള പരിപാടി നോക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിൽ എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം പോലീസ് വന്നാലേ പണി കിട്ടും. അപ്പോൾ ഏതായാലും ഉള്ളേരിക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. നമ്മൾ ചുരം ഇങ്ങനെ കയറി പൗതിയായിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ബാക്കിൽ കാണാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം തപ്പി നടക്കുകയാണ്. മെയിൻ റോഡിലൊന്നും പറ്റൂല. ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ തുറന്നുകൊണ്ട് ഓപ്പണായി വരണുള്ളൂ. അപ്പോൾ നമ്മൾ 12 ആൾ കൂടിങ്ങാണ്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ
ഒരു ഉൾപ്രദേശം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ പല സ്ഥലത്തും നമുക്ക് സൗകര്യമുണ്ട്, പക്ഷെ 3 വണ്ടി നിർത്താനുള്ള സ്ഥലം കിട്ടണില്ല. അപ്പോൾ അതിങ്ങനെ തപ്പിയിട്ട് ഞങ്ങൾ പല ഭാഗത്തേക്കും പോയി നോക്കി. ഇനിയിപ്പോൾ അവസാനം ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കണം, കുളിച്ച് ഫ്രഷ് ആവണം, അതിന് പറ്റിയൊരു സൈറ്റ് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടുക്കി പോണ റൂട്ടിൽ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ തേക്കടിയൊക്കെ പോണ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പോക്കറ്റ് റോട്ടിൽ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നൊന്നും അറിയില്ല. അപ്പോൾ 2 മുട്ടച്ച് പൊരിക്കുകയാണെങ്കിൽ ഇന്ന് തീരൂല. അപ്പോൾ ഞങ്ങൾ ചെമ്പിലിട്ട് ഒന്നാകെ പൊരിച്ചാൽ തീരുമാനിച്ചു. ഒരു വെറൈറ്റി മുട്ടപ്പൊരി ആവും. ബ്രെഡ് ബിരിയാണിയാണ് ഇന്ന്. ബ്രെഡ് ബിരിയാണി ഒന്ന് വെക്കണേ. ഇന്ന് ഉണ്ടാക്കുന്ന സാധനം എന്താ നിങ്ങൾ കാണാം. ഈ ജാതി ആൾക്കാരപ്പോ അല്ല ടൂറ് വന്ന് കൈമ കാണട്ടോ. ആകെ പുകയാണ്. മൂട ഇട്ടിട്ട് ചിക്കി പരത്ത അങ്ങോട്ട് അതിക്ക് ബ്രെഡ് പൊടിച്ചിടുക. വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിച്ചിക്കണ മനയില്. എടാ അത് കെട്ടുകടാ പായ. ആരപ്പോ കുറച്ചാള് കെട്ടിട്ടില്ല കുറച്ച് എന്താകുകയെന്ന് അറിയില്ല. പൊതിയിലുണ്ട്, ആ പെട്ടിയിലൊരു പൊതിയിലുണ്ടോ? അതിലുണ്ട് അടുത്തരം. ഉപ്പുന്ന ഇതൊന്നും ഇടാൻ മറക്കല്ലോ, അടി കട്ടാവും. ഇവിടെ വെറൈറ്റി സംഭവം ഉണ്ട്. മുട്ടൊക്കെ കൂടി ചെമ്പ് ആ തോടേക്ക് ഇടല. ഈ ചങ്ങാനക്ക് മുട്ട ഇട്ടത് ആ തോടൊക്കെ കൂടി പൊട്ടിച്ചിട്ടിക്കണോ. അതിക്ക് ഉപ്പിടാ, ഉപ്പ് പിന്നെ പിടിക്കൂല, അടി കട്ടായാല്. 24 മുട്ട കേട് വരുമോ ഉപ്പൊന്ന് ലാസ്റ്റ്. എന്തേലൊക്കെ മുളക് പുള്ളിട്ടാണ് കൈ കോലം നോക്കാണ്, കൈ നോക്കാണ്. അനക്കല്ല ജലദോഷം ഉണ്ടായിരുന്ന ആളാണ്. എന്തോ ഒരു കഷ്ടം. തമാശ ആക്കിയാലിട്ട് നമുക്ക് കൈക്കാളാണ്. പൊട്ടിച്ചു കജ്ജമ്മ കൂടി ആക്കാതെ വരണേ. ഉപ്പ് പാകത്തിന് ഇട്ടിക്കണോ? തലയിലൊക്കെ ഇട്ടിക്കണ മുട്ട, ബ്രെഡ്, മുളക്, ഉപ്പ്. വേറെ സാധനം ഇതിലില്ല. ഇത് 2 വെച്ച് പൊരിച്ചൊന്ന് തീരുലാറുണ്ട്. രാത്രി പെരയില് വന്നുകാണ്ട് വണ്ടി കയറിയാതാ കയ്യും കൂടി കേൾക്കാതെ കൂടി പിച്ചി പറിച്ചിടണതായാലും ഹോട്ടലിൽ തിന്നാ മതിയായിരുന്നു. പുറത്തുള്ളവരുടെ സമ്പർക്കം കുറക്കാന്ന് ഇറങ്ങാണ്ട് ഇത് കഴിച്ചിട. ഇത് തിന്നിട്ട് ഇനി എന്താ അസുഖം വരികയെന്ന് അള്ളാഹ്ക്കറിയാം. ഇവിടെ നാച്ചുറലായിട്ട് ഇടാൻ പറ്റിയ എന്തെങ്കിലും ഇല ഉണ്ടാക്കാൻ നൗഫലിനോട് ചോദിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞുതരാം. മുട്ട എങ്കിലാന്ന് പെട്ടെന്ന് അടി പിടിച്ചു ഇറക്കി കാണ്ടിക്കണം. കുറച്ചും കൂടി ഉപ്പ് തീയിട്ടായിക്കോട്ടെ. അഞ്ഞിപ്പോ തീയിന്റെ ഒരു കുറവും കൂടി അതിനോ ഒക്കെ ക്ലിയർ ആയിക്കണേ. അത് തട്ടിട്ടല്ലട്ടാ, തട്ടിട്ടല്ലിട്ട് നിലത്തേക്ക് പഠിച്ചവനെ കാണാൻ പറ്റേ. അത് ഞാൻ തീരാപ്പോ തിന്നാപ്പോ പ്ലേറ്റ് ഒന്നുമില്ല. ഇല ചേമ്പിന്റെ അല്ലെങ്കിൽ ചേമ്പിന്റെ ഇല, ചേമ്പിന്റെ ഇല അതിന് ഇറങ്ങിട്ടിക്കണ. അതേമാതിരി ഈ കയ്യിലൊരു കയ്യില് മറ്റേ ഐസ്ക്രീം കൊണ്ടുവരായി തോണ്ടി കൊടുക്കണം. കാര്യമാണ്.
എടാ കൊണ്ടോ പൊറാട്ട കിട്ടും പൊറാട്ട വേറെ എന്തെങ്കിലും പോയി തിന്നേണ്ടി വരും. ഇതിപ്പോ ഒന്ന് വൈകുന്നേരം ഊച്ചാവും. ഇതിലും നല്ലതാ 2 മുട്ട പൊരിച്ചു തിന്നാ. ബ്രെഡും പോയി മുട്ടയും ഉള്ള സാധനങ്ങളൊക്കെ രാവിലത്തെ പുത്തൂറ് കിട്ടിയ സാധനമൊക്കെ ഉണ്ടെങ്കിൽ 2 മുട്ടി 4 ബ്രെഡ് ഒരാൾക്കുള്ളതാണ്. അതിപ്പോ ഈ കോലായി. ചക്കരമത്ത ഉണ്ടാക്കിയ മാതിരിയായി. ചക്കരമത്ത ഉണ്ടാക്കിയ മാതിരിയായി. ഇതിൽ 2 വയസ്സ് പയറും കൂടി ഇടുകയാണെങ്കിൽ ചക്കരമത്തനായിരുന്നു ഇപ്പോ. പുതിയ ഡിഷ് പറഞ്ഞില്ല, ഒരു പുതിയ ഡിഷായോ. ഇനിയിപ്പോ രസം ഉണ്ടെന്ന് പറയില്ലാതെ ഒന്നുമില്ല. അല്ലല്ല എന്താണ് ഇത് കഴിച്ചിട്ട് ഇതിനൊരു പുതിയ പരീക്ഷിച്ച് നോക്കുക. നമ്മളെ ഫുഡ് ഇൻസ്പെക്ടർ വാജിദ് 2 വാക്ക് ഭക്ഷണത്തെ കുറിച്ച് എന്താ സാധനം? അടിപൊളിയാ, നല്ല ഇഷ്ടപ്പെട്ട എനിക്ക്. വാസിൽ എന്താ പറയാ? ഇത് കുക്ക് ചെയ്ത ആള് വാസിലാണ്. ഇതിലിപ്പോ ഇവര് 2 മണിയാണ് കുക്ക് ചെയ്ത ആള്. കൂടുതൽ ആളിനാണ് പരീക്ഷിക്കരുത്. ഇതെല്ലാരും ഇപ്പൊ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിന്റെ ഈ ഫുഡിന്റെ സൂത്രധാര നൗഫല് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക്. ഇപ്പൊ ഷോർട്സിൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ ഫുഡാണോ അല്ലേ? ഏതായാലും സാധനം ഏതായാലും ചെമ്പട്ടി കാലി കഴിക്കും. ഇനി അവിടെ നല്ലൊരു വെള്ളം ചാടുന്നുണ്ട്, അവിടെ പോയി കുളിക്കട്ടെ. എന്നിട്ട് 3-ാം ടൗണിൽ കണ്ട് കയറാം. വെള്ളം കുടിച്ചോളി. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. നമ്മൾ നേരെ വണ്ടി കയറ്റും. ഇത് എവിടെയെങ്കിലും ഒഴിവാക്കാൻ പറ്റിയ കറക്റ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒഴിവാക്കും. രക്ഷയിലിട്ട പോലീസ് സ്ഥലം. നല്ല ഈച്ചക്കാടുണ്ട് ഇവിടെ. ഇത് വെള്ളം ചാടുന്ന സൗണ്ടാണ്. ചിലപ്പോൾ വോയിസ് നല്ല രീതിയിൽ കേൾക്കൂല. അപ്പൊ നമ്മളെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് കുളിക്കാൻ വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വെള്ളം ചാടിയിട്ട് കുളിക്കാതിരിക്കാൻ തോന്നില്ല. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ മൂന്നാറിലെ മറ്റു കാഴ്ചകൾ ലക്ഷ്യമാക്കിയിട്ട് ഇവിടുന്ന് പോവാണ്. അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.